എൻ്റെ ഡേ ഇവിടെ തുടങ്ങാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഡേ ഇൻ മൈ ലൈഫിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനൊരു 6 o'clock ആയപ്പോൾ അലാറം വെച്ച് എഴുന്നേറ്റ്. വലിയ ഇഷ്ടമുണ്ടായിട്ടല്ല കേട്ടോ ഈ നേരത്തെ എണീക്കുന്ന പരിപാടി ഭയങ്കര ടാസ്ക് പിടിച്ച പരിപാടിയാണ്. പിന്നെ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാലോ നമ്മളുടെ കാര്യങ്ങളൊന്നും നടക്കുകയില്ല. ഞാനിപ്പോൾ ഉള്ളത് റഷ്യയിലാണ്. ഇവിടെ ഞാൻ ഫൈനൽ ഇയർ മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ് കേട്ടോ. ഫൈനൽ ഇയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ഉണ്ട് ചെയ്യാനും ഉണ്ട്. അപ്പോൾ അതൊക്കെ പോട്ടെ, ഞാൻ എൻ്റെ മോർണിംഗ് റൂട്ടീൻ പറഞ്ഞുതരാം കേട്ടോ. എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുന്നു, ബ്രഷ് ചെയ്യുന്നു, വാഷ്റൂമിൽ പോകുന്നു. അങ്ങനെ ഞാൻ നേരെ വുളു എടുത്തിട്ട് നിസ്കരിക്കാൻ പോയി. ഈ നിസ്കരിക്കണമെന്നും ഇതിൽ കാണിച്ചിട്ടൊന്നുമില്ല കേട്ടോ, കാരണം അതിനോട് എനിക്ക് താല്പര്യമില്ല. അപ്പോൾ നിസ്കാരം കഴിഞ്ഞ് വന്നാൽ എൻ്റെ ഫസ്റ്റ് പ്രിയോറിറ്റി എന്ന് വെച്ചാൽ പഠിക്കാനിരിക്കലാണ്. പഠിക്കാനിരിക്കുന്നതിന് മുമ്പ് നമുക്ക് ചായയോ കാപ്പിയോ അങ്ങനെ എന്തെങ്കിലും കുടിക്കണം, ഒരു ഉറക്ക ക്ഷീണം മാറാൻ. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചത് കാപ്പി ഉണ്ടാക്കാനാണ് കേട്ടോ. അതിൻ്റെ പ്രിപ്പറേഷനാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൊതുവേ ഞാൻ ഈ ചായയോ കാപ്പിയോ കുടിക്കുമ്പോൾ ഒരുപാട് മധുരം യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഇക്ക നേരെ ഓപ്പോസിറ്റാണ്. വളരെ കുറച്ച് മധുരേ യൂസ് ചെയ്യുള്ളൂ. ഇക്ക എന്നെ എപ്പോഴും കളിയാക്കും, നീ ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റ് അല്ലേ, ഇതിൻ്റെ ഡീമെറിറ്റ്സും കാര്യങ്ങളൊക്കെ നിനക്കറിയില്ലേ? അറിയാനിട്ടല്ല ഗൈസ്, കോഫിയിൽ മധുരമിട്ട് കുടിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പാലൊക്കെ തിളച്ച് കോഫി പൗഡറൊക്കെ ഇട്ട് കോഫിയെല്ലാം സെറ്റാക്കി നേരെ കോഫി എടുത്ത് പഠിക്കാൻ പോയി. പൊതുവേ ഞാൻ ഒരു 6:30 ടൈമിലാട്ടോ പഠിക്കാനിരിക്കൽ. ഇന്നിപ്പോൾ ഈ വീഡിയോ എടുക്കണ കാരണം കുറച്ച് ലേറ്റായിപ്പോയി. ഒരു 6:40 ഒക്കെ എല്ലാം കഴിഞ്ഞ് പഠിക്കാനിരുന്നപ്പോൾ. റഷ്യയിൽ ഫുള്ള് ഇലക്ട്രോണിക്കലാണ് എഡ്യൂക്കേഷൻ സിസ്റ്റം. അതായത് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവില്ല. നമ്മളെ യൂണിവേഴ്സിറ്റീൻ്റെ സൈറ്റ് അടിക്കുക, ഓരോ കുട്ടിക്കും ഓരോ ഐഡിയും പാസ്വേഡും ഉണ്ടാവും. അപ്പോൾ അത് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഐഡിയിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റും. അതിന് ശേഷമാണ് നമ്മളുടെ എല്ലാ ഇയറിൻ്റെയും ടെക്സ്റ്റ് ബുക്ക് കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. നമുക്ക് ടീച്ചേഴ്സിനായിട്ട് അതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റും കേട്ടോ, പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ട്. പഠിത്തത്തിൻ്റെ വിശേഷം ഞാൻ വേറൊരു വീഡിയോയിൽ വിശദമായിട്ട് പറയാം കേട്ടോ. നമുക്ക് കുറേ വലിയ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാൻ സമയമില്ല. നമുക്കൊരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും തട്ടിക്കൂട്ടി അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഇന്നേ വരെ ആരും കണ്ടിട്ടില്ലാത്ത എൻ്റെ മാത്രം സ്പെഷ്യൽ തട്ടിക്കൂട്ടി ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങളിതാരും കണ്ടിട്ട് കുറ്റം പറയരുത്, കാരണം നമുക്കിങ്ങനെ കുറേ ഉണ്ടാക്കാനുള്ള സമയമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഓരോന്ന് ഇങ്ങനെ കണ്ടുപിടിക്കും, ഓരോന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട്. അപ്പം ഒന്നുമില്ല, ഇതിനെ റഷ്യൻ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വിളിക്കണോ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിന് വിളിക്കണോ ഒന്നും അറിയില്ല. ഒരു കാര്യം ചെയ്യും, ഷിങ്കോ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വിളിച്ചു, എല്ലാവരും എന്താ പറയുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ബട്ടർ യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഒരു 2 eggs യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെന്താ ഇത് ബ്രെഡ്. ഇത് സാധാരണ ഒന്ന് ജസ്റ്റ് ടോസ്റ്റ് ചെയ്തെടുക്കുന്നതാണ്. അപ്പം പിന്നെ ഞാൻ ഈ കോഫി ഉണ്ടാക്കിയിരുന്നു പഠിക്കുന്ന ടൈമിൽ. ഉറക്കം നല്ല ഇവിടെ തണുപ്പായതുകൊണ്ട് നമുക്ക് ഉറങ്ങാൻ നല്ല ഇഷ്ടമാണ്, പക്ഷെ ഉറങ്ങിയാൽ ഒന്നും പറ്റില്ല. അതുകൊണ്ട് ഉറക്കം പോകുമ്പോൾ ഞാൻ കോഫി ഉണ്ടാക്കിയിരുന്നു, പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കംപ്ലീറ്റ് ചെയ്യാന്ന് വെച്ച്. ഞാൻ ഉണ്ടാക്കട്ടെ, അങ്ങനെ ഇരുന്ന് കണ്ടു. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് കുറച്ച് തള്ളിയതാട്ടോ. ഇത് സാധാരണ നമ്മളുടെ സ്ക്രാമ്പിൾഡ് എഗ്സും ബ്രെഡ് ടോസ്റ്റാണ് കേട്ടോ. അപ്പോൾ 15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് വേഗം തട്ടി കൂട്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കണം. പൊതുവേ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ വല്ല സ്മൂത്തിയോ, അതല്ലെങ്കിൽ വല്ല ബ്രെഡും ജാമോ, അതല്ലെങ്കിൽ വല്ല കട്ട് ഫ്രൂട്ട്സോ, അതല്ലെങ്കിൽ വെറുതെ ഒരു കോഫിയൊക്കെ കുടിച്ചിട്ടാട്ടോ പോവല്. അപ്പം നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും, ഇക്കെന്താ ചെയ്യലെന്ന്. ഇക്കാൻ്റെ കാര്യത്തിൽ എനിക്കൊരു ടെൻഷനും ഇല്ല കേട്ടോ. രാവിലെ 10 മണി കഴിയാണ്ട് ബെഡിൽ നിന്ന് എണീക്കേയില്ല. ഇനി എണീക്കുകയാണെങ്കിൽ മൂപ്പര് ഒറ്റയ്ക്ക് തന്നെ ഫുഡ് ഇതേപോലെ ഞാൻ ഉണ്ടാക്കുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിച്ചോളും. അതുകൊണ്ട് ആ ഒരു ടെൻഷനോ പേടിയോ ഒന്നുമില്ല. അപ്പോൾ എൻ്റെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. ബട്ടറിൽ ടോസ്റ്റ് ചെയ്ത് ബ്രെഡും സ്ക്രാമ്പിൾഡ് എഗ്ഗും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഫുഡ് കഴിക്കാം. ഇതൊന്നുമല്ല കേട്ടോ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ്. വീക്കെൻഡ് ടൈമിലാണ് നമ്മൾ കൂടുതലും കേരള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. പുട്ട്, വെള്ളയപ്പം, ദോശ അതെല്ലാം ഉണ്ടാക്കും. ആ ഒരു ടൈമിലാണ് നമ്മൾ ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നതും എല്ലാം. ഇവിടുന്ന് നേരെ എഴുന്നേറ്റ് ഞാൻ വേഗം റെഡിയാവും പോയി. ഇപ്പം തന്നെ നല്ല ലേറ്റ് ആട്ടോ, ഫ്രണ്ട്സൊക്കെ വിളിച്ചും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സമയം 8:30. ഞാൻ അതേ പോകാനുള്ള എല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട്. നേരൊക്കെ വെളുത്തേ വരുന്നുള്ളൂ. പിന്നെന്താ, ഇക്ക എണീറ്റിട്ടില്ല, ഉറങ്ങണേ. ബാക്കി കാര്യങ്ങൾ ഞാൻ പോണ വഴിക്ക് കാണിച്ചിട്ടോ.
വളരെ ഞാൻ ലേറ്റായി. അവിടെ നിന്നൊക്കെ എല്ലാവരും വിളിച്ച് അവരിറങ്ങിയെന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ നിന്ന് ഇറങ്ങട്ടെ കേട്ടോ. ഇതാണ് ഇപ്പം എൻ്റെ കോലം. അപ്പോൾ ഞാൻ ബസ് സ്റ്റോപ്പിലെത്തിട്ടോ. ബസ് പിടിച്ചിട്ട് നേരെ പോണം. ലേറ്റാണ് പോയി. ലേറ്റ് നോക്കി നോക്കാം. അപ്പോൾ ആ ബസ്സിലാണ് കേട്ടോ ആയിഷം മക്കൾ ഉണ്ടാവും എന്ന് പറഞ്ഞത്. അവർ ആ ബസ്സിലാണ് കയറിയിട്ടുണ്ട് പറഞ്ഞപ്പോൾ ഞാൻ ആ ബസ്സിൽ തന്നെ കയറാൻ പോണ്. ബസ് വന്നു. അപ്പോൾ നമുക്ക് പോവാം. ഓ ഭയങ്കര വിഷമാണല്ലോ. യൂണിവേഴ്സിറ്റിയിലെത്തിയിട്ട് നമ്മൾ ബസ് ഇറങ്ങി. നമ്മൾ ബസ് സ്റ്റോപ്പ് പോടാൻ ജാക്കറ്റ് എല്ലാം വെക്കേണ്ടത്. ജാക്കറ്റ് ഒന്നിട്ട് ക്ലാസ്സിൽ പോകാൻ പറ്റില്ല. ഐഷുമാ ആ ജാക്കറ്റ് ഒന്ന് വെക്കുന്ന കാണിച്ചു കൊടുക്കും. രണ്ട് ഓപ്ഷൻ ഉണ്ട്. സമയമില്ലാത്തവർക്ക് ഇവിടെ തൂക്കിയിടാം, പക്ഷെ നമ്പർ ഓർക്കണം. അല്ലെങ്കിൽ ഇതേപോലെ ഇതിൻ്റെ ഇടയിൽ കൂടെ ചെല്ലുമ്പോൾ ഒരു റൂംസ് ഉണ്ട്, അതിൽ കൂടെ. നമ്മളിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഇവിടെ ഇങ്ങനെ റൂം ഉണ്ടാവും. അവർ കൊടുത്താലും ജാക്കറ്റ് പിടിച്ചുണ്ട്. ഇതിൻ്റെ ഒന്നും എടുത്തു. അത് ഈ പോക്കറ്റിൽ എന്തെങ്കിലും ഉണ്ടോ? ഇതേപോലെ ജാക്കറ്റ് നമ്മൾ കൊളക്ട് ചെയ്തു. കീയോ കാർഡോ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. മതി. ഓക്കെ സെറ്റ്. ടിക്കറ്റിന്റെ പേപ്പർ അത് വേണ്ട. നമുക്ക് പോവാട്ടോ. നമ്മള് പോവാണ്. നമ്മൾ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ദിസ് ഈസ് മൈ ബെസ്റ്റി. ഹലോ. ഇല്ല, എടുത്തില്ല വിളിക്കുന്ന. ഹലോ ആദിൽ. ഇത് ആദിൽ. എന്താ ആദിലൊന്നും മിണ്ടുന്നില്ല. ഇതേതാ? അല്ല അതല്ല മറ്റേ നടുവിൽ. യെസ് ഗൈസ്. അപ്പോൾ നമ്മള് എല്ലാം കഴിഞ്ഞ് ഇറങ്ങിട്ടോ. ഞാനൊരു വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ പിന്നെ തിരിച്ചു പോവാണ് വീട്ടിലോട്ട്. സോ പോണ വഴിക്ക് കാഴ്ചകളൊക്കെ. വിൻ്റർ ആയി കഴിയുമ്പം ഈ മരങ്ങളൊന്നും ഉണ്ടാവില്ല ഗൈസ്. എല്ലാം കൊഴിഞ്ഞു പോകും. ഈ മരങ്ങളൊക്കെ കൊഴിഞ്ഞു പോകും. ഫുള്ള് വൈറ്റ് ആയിരിക്കും ഗൈസ്. അപ്പോൾ ഞാൻ നേരെ ഹോസ്പിറ്റലിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാൻ വന്നു. അപ്പോൾ ഇതൊക്കെ ഫുള്ള് ഇപ്പോൾ തന്നെ ഫ്രഷ് ബേക്ക് ചെയ്ത് കേട്ടോ. സോ കുറച്ച് സാധനം കിട്ടി. ഞാൻ മാഗ്നറ്റിൽ നിന്ന് ഗ്രോസറി എല്ലാം വാങ്ങിയിട്ട് നേരെ തിരിച്ചെത്തി. ഇന്ന് ഞാൻ കടയിൽ പോയിട്ടുണ്ട്. ഒരു മിനി അറ്റാക്ക് വരാൻ ചാൻസ് ഉണ്ട്. നോക്ക്, ഒരാളവിടെ നിന്ന് പണിയെടുക്കുന്നു. എൻ്റെ മോനെ അലക്കിയത് കൊണ്ടുപോകാ. അടുത്ത കമൻറ്റ് വരും, ഞാൻ യാസിൻ കമൻറ്റ് എടുത്തിരിക്കുന്നു. ഞാൻ വീടെത്തി. തുറന്നിട്ടുണ്ടോ നോക്കട്ടെ. ഹലോ. ഞാൻ ഇവിടുന്ന് അലക്കിയതോ മാറ്റുന്നത് കണ്ട്. അലക്കിയ തുണി ഉണ്ടല്ലോ ആറിട്ടെ, അത് നിങ്ങൾ മാറ്റുന്ന കണ്ട് ബാൽക്കണിന്ന്. അമ്മ അത് പിടിക്കും. ഞാൻ മാഗ്നറ്റിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങി. എന്താ എന്താണ്? അയ്യോ എന്താ പഠിച്ചോനെ, ഞാനിത് എങ്ങനെ വൃത്തിയാക്കും? ഇത് എന്താ ചെയ്യാൻ പറ്റുക? ഇത് വിസിലടിച്ചില്ല, ഒറ്റ വിസിൽ മാത്രം അടിച്ചിട്ട് വെച്ച്.
ഞാൻ 24 മിനിറ്റ് അങ്ങനെ വെച്ച്. പിന്നെ കരിഞ്ഞ സ്മെല്ല് അടിക്കാൻ തുടങ്ങി. പടച്ചോനെ ഫയറെല്ലാം പഠിക്കാൻ ഇനി അടുക്കള കയറില്ല കേട്ടോ. പടച്ചോനെ ഓർത്തിട്ട് ഇതൊക്കെ ആർക്കാ വെച്ചേക്കുന്ന. പൊതുവേ ഞാൻ 1 മണി സമയത്താട്ടോ ക്ലാസ് കഴിഞ്ഞ് വരാം. അത് കഴിഞ്ഞ് ചിലപ്പോൾ ഈവനിങ് പോകാനുണ്ടാവും, ചിലപ്പോൾ പോകണ്ട. അത് ഡിപ്പെൻസ് ആയിരിക്കും ഓരോ ഡേ. അപ്പോൾ ഇന്ന് എനിക്ക് പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മാഗ്നറ്റിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാട്ടോ വീട്ടിൽ വന്നത്. അങ്ങനെ വേഗം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫ്രഷ് ആയിട്ട് വേഗം കിച്ചണിലോട്ട് വന്നു. കിച്ചൺ വന്ന് നോക്കിയപ്പോൾ ഭയങ്കര വൃത്തികേടായിട്ടാട്ടോ ഇട്ടിരിക്കുന്നത്. അത് ഞാനും ഒക്കെയും കൂടി അതൊക്കെ വൃത്തിയാക്കി. ഇനി ഉച്ചക്കലേക്ക് ഫുഡ് ഉണ്ടാക്കണോ അതോ ഞാൻ കൊണ്ടുവന്ന സാധനങ്ങൾ കഴിക്കണോ എന്നുള്ള കൺഫ്യൂഷനിലാണ് കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, ഇതാണ് അവസ്ഥ അടുക്കളേൻ്റെ. ഞാൻ വന്നപ്പോൾ ഇപ്പം ഭാഗ്യത്തിന് ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങി വന്നില്ലെങ്കിൽ ഇവിടെ ചോറ് ഞാൻ ഉണ്ടാക്കി, കറി ഞാൻ ഉണ്ടാക്കി. അത് ഉണ്ടാക്കിയോണ്ടല്ല, അത് അടി പിടിച്ചത് ഇനി അത് വൃത്തിയാക്കണം. അതാണ് വിഷയം. അതിങ്ങനെ ഉരച്ച് നിൽക്കണം. ഇപ്പൊ തൽക്കാലത്തേക്ക് നമുക്ക് ഇത് ഡിന്നർ ലഞ്ച് ആക്കല്ലേ? ബ്രഞ്ച് പോലെ. ഇന്ന് ക്ലാസ് ഉണ്ടോ വൈകിട്ട്? ഇല്ല ഇന്ന് പോണ്ട. ഇനി ക്ലാസ് ഇല്ല. അപ്പം പതുക്കെ ഉണ്ടാക്കി കഴിച്ചോ. എന്താ കാണിച്ചു കൊടുക്കല്ലോ. ഇതെന്ന് വെച്ചാൽ ഒരു ബേക്ക് ചെയ്ത സാധനം. ഇവിടെ ഇങ്ങനെ നമ്മളെ നാട്ടിലത്തെ പപ്സ് കട്ട്ലേറ്റ് ഒന്നും കിട്ടില്ല. ഇത് ബേക്ക് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ എന്ന് വെച്ചാല് ചീസും സ്പിനച്ചും ആണ്. അപ്പം എന്നിട്ട് ബേക്ക് ചെയ്തത്. പിന്നെ ഇത് ബീഫിന്റെ സമൂസ, പിന്നെ ഇത് ചീസിന്റെ ഒരു ബ്രെഡ്. കിട്ടുള്ളൂ ഗൈസ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. കഴിക്കാം. അപ്പോൾ ഇപ്പോൾ സമയം 2:30. അപ്പം നിങ്ങൾ ബ്രഞ്ച് കഴിക്കണൊക്കെ കണ്ടില്ലേ. അപ്പം ഞാൻ വന്നപ്പം എന്താ പറയുക, പരിപ്പ് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായത്. നമുക്ക് ഇത്രേ കിട്ടിയുള്ളൂ. ഞാൻ മേലേന്ന് എടുത്ത്. ബാക്കി ഇത് എൻ്റെ കുക്കർ അവിടെ ഉണ്ട്. അതിന് നല്ല പണിയാണ്, കഴുകി വൃത്തിയാക്കണം. നമുക്ക് ജസ്റ്റ് ഒരു സിമ്പിള് പരിപ്പും എനിക്ക് ചോറും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം പരിപ്പും പിന്നെ നാട്ടിൽ നിന്ന് കൊടുത്ത് വിട്ട തുറമാങ്ങയും കൂട്ടി ഇന്നൊരു സിമ്പിൾ ലഞ്ചാക്കിയിട്ട് രാത്രി നമുക്ക് അടിപൊളി ഫുഡ് ഉണ്ടാക്കാം. പൊതുവേ നമ്മൾ 1 മണി 1:30 ടൈമിലൊക്കെയാണ് ഫുഡ് കഴിക്കൽ. ഇന്നിപ്പോൾ ഒരു 3 മണിയായി ഫുഡ് കഴിക്കാൻ. ഞങ്ങൾ പരിപ്പ് കറി ഉണ്ടാക്കി, ചോറുണ്ടാക്കി, പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന തുറമാങ്ങയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു തട്ടിക്കൂട്ട് സിമ്പിൾ ലഞ്ചായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ പറയാൻ വിട്ടോയി, നാട്ടിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്ന മറ്റേ ഉണക്ക ചെമ്മീൻ എന്തോ പൊരിച്ചതാണ്. അതെനിക്കറിയില്ല കേട്ടോ. അത് ഉമ്മ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ. പിന്നെ ഇക്കാക്ക് ഈ ഉണക്ക ചെമ്മീനും കാര്യങ്ങളൊന്നും ഇഷ്ടമില്ല. ഇതിൻ്റെ മണം കേൾക്കുമ്പോഴേ തന്നെ ദേഷ്യമാവും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ടൈം റെസ്റ്റ് എടുത്തതിന് ശേഷം ഞാൻ നേരെ കുളിക്കാൻ പോയിട്ടോ. ഇലക്കാൻ എടുക്കട്ടെ. കുറച്ചുണ്ട് ഇലക്കുന്നത്, അതിൽ ഇലക്കണം. നമ്മൾ കുറച്ച് റീഫിലാവുമ്പോഴാണ് മെഷീൻ കറക്കുക. അപ്പം എടുക്കട്ടെ. അങ്ങനെ സമയം ഒരു ഈവനിങ് ആയിട്ടോ. എൻ്റെ ഡേയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടൈമാണ് ഇത്. നമ്മൾ രണ്ടുപേരും ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഈ ഒരു ടൈമിലാട്ടോ. നല്ല രസമാണ് അവിടെ നിന്ന് ചായ കുടിക്കാനും. പിന്നെ ഞാൻ എൻ്റെ കോളേജിലത്തെയും ഹോസ്പിറ്റലിലത്തെയും എല്ലാം കഥകൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ഡേ ഉണ്ടായിരുന്ന ഷെയർ ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റിലാട്ടോ. നല്ല രസമാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇരുന്ന് പഠിച്ചായിരുന്നു. ഇപ്പോൾ സമയം എത്ര മണി? ഇക്കതേക്ക് എടുക്കാണ്. ഒരാൾ തണുത്തിട്ട് പുറപ്പിൻ്റെ ഉള്ളിൽ. അപ്പം നമുക്കൊരു കുഞ്ഞ് ഡിന്നർ ഉണ്ടാക്കാം. ഓക്കെ,
വരുന്നുണ്ടോ? വാ, ഒരുമിച്ച് കുക്ക് ചെയ്യാം. കമ്മോൺ. ആ വാ. ഓക്കെ, ഞാൻ പോവാണേ. അപ്പം നമുക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡിന്നർ ഉണ്ടാക്കാം. ഓക്കെ, ഞാൻ ഇങ്ങനെ വ്ളോഗ് എടുത്തുകൊണ്ടിരുന്ന എൻ്റെ ഡിന്നർ ആവൂല. ഒരു കാര്യം ചെയ്യാം, നിങ്ങളൊരു കാര്യം ചെയ്യ്, ടൈം ലാപ്സിലിരുന്നോ, നിങ്ങളൊരു സൈഡിൽ വെക്കാം. ഞാൻ എന്ത് ഈ നൈറ്റ് കറി ഉണ്ടാക്കണമെന്ന് വെച്ചാൽ, ഉച്ചക്ക് പിന്നെ തട്ടിക്കൂട്ട പരിപ്പായിരുന്നല്ലോ. നൈറ്റ് കറി ഉണ്ടാക്കിയാൽ ഉള്ള ഗുണം എന്ന് വെച്ചാൽ നമുക്ക് മോർണിംഗ് ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് മോർണിംഗിലത്തേക്കും കിട്ടുകയും ചെയ്യും. പിന്നെ ചിലവ് കാട്ടുണ്ടെങ്കിൽ അതൊരു ഉച്ചക്കേക്കും എടുക്കാം. ഒരു സൈക്കോളജിക്കൽ ഐഡിയ ഉണ്ട്. ഇത്രയും പണി നമുക്ക് കുറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണ് നൈറ്റ് കറി ഉണ്ടാക്കാൻ ഇതാണ്. എൻ്റെ കറി ഞാൻ ടൈം ലാപ്സ് വെച്ച് നിങ്ങളെല്ലാവരും കാണിച്ചിട്ട്, എൻ്റെ കറി ഇതേ ലാസ്റ്റ് ഫൈനൽ പ്രോസസ്സിലാണ്. മൂപ്പര് ടച്ച് ചെയ്താലേ ടേസ്റ്റ് വരും. തുപ്പിട്ടോ, കുറച്ച് ടേസ്റ്റ് ഇടേ. തുപ്പിട് അതാ സീക്രട്ട് റെസിപ്പി. അപ്പൊ എല്ലാ ദിവസവും വാപ്പ ഇതേപോലെ വിളിക്കട്ടോ. ഇതെന്റെ ഡാഡിയാണ്. വാപ്പയും വിളിക്കും, ഉമ്മയും വിളിക്കും, എല്ലാരും വിളിക്കും. ഞാനിപ്പോ എന്താ ചെയ്യാ, ഇവിടെ ഇങ്ങനെ സൈഡിൽ വെച്ച് അവരോട് സംസാരിക്കും. ഇതാണ് എന്റെ ഡിന്നർ. ഇക്കെന്താ പറയണെന്ന് വെച്ചാല്, ഇക്ക് തുപ്പിട്ടാല് ഇതില് ടേസ്റ്റ് വരുന്നു. അതാണല്ലേ നമ്മളെ സീക്രട്ട് റെസിപ്പി. ഇത്രയും ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെറുതെ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം. മോൻ എനിക്കില്ലേ കുറച്ച് മുട്ടായി വാങ്ങി തന്നെ. കരിയിച്ച കുക്കർ ഞാൻ കഴുകി വെച്ച്. ഷിങ്കു ഫാൻസ് വാപ്പ എന്തൊക്കെയോ പറയുന്നുണ്ട്. നമുക്ക് ഞാൻ ബൗളിക്കാക്ക് വിശക്കുണ്ട്. ക്ലാസ് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു, കഴിഞ്ഞു വന്നതേ ഉള്ളൂ. അപ്പം എൻ്റെ ചിക്കൻ റോസ്റ്റ് റെഡിയായി. എനിക്ക് എൻ്റെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ, എനിക്കൊരു ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ ആ പാത്രമൊക്കെ കഴുകി വെക്കണം. എനിക്കിങ്ങനെ കൂട്ടി വെക്കണ ഇഷ്ടമില്ല, മനസ്സിലായോ? അപ്പം തന്നെ ആ ഭാഗം ക്ലീൻ ചെയ്യണം പാത്രം. എന്നാലേ എനിക്ക് ഇനി ഫുഡ് കഴിച്ചിട്ട് പാത്രം കഴുകാനുള്ള ഒരു ഇൻട്രസ്റ്റ് വരുള്ളൂ. സ്ഥിരം അങ്ങനല്ലേ പറയ്. ഭർത്താവ് അല്ല, ഒന്നുമല്ല. എന്നെ ഫുഡ് കഴിക്കട്ടെ, നിങ്ങൾ എന്നെ കൊല്ലുന്നു. ഈ വീഡിയോ ഭയങ്കര ലെങ്തി ആവും. ഞാൻ എപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ ഒരു 30 മിനിറ്റ് ഒക്കെ ആക്കും. 30 മിനിറ്റ്, 1 മണിക്കൂറൊക്കെ എടുത്ത് എടുക്കുമ്പോൾ ഒരു 15 മിനിറ്റ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, എനിക്ക് കുറച്ചിട്ടാ മതിയേ. ഞാൻ ആവശ്യത്തിന് ഞാൻ എടുത്തോളാം. വീണ്ടും കുറച്ചുകൂടി ഇട്. ഇത് നിങ്ങളെ പരിപ്പറി, കരിഞ്ഞ പരിപ്പറി. അപ്പം നമ്മളെ ഇന്നത്തെ ഡൈൻ ലൈഫ് കഴിഞ്ഞില്ലേ? ഫുഡോട് കൂടി ഒന്നുമില്ല, കുറച്ചു നേരം പോയി പഠിക്കാനുണ്ട്. അതുണ്ട്, അത് കുറച്ചൊന്ന് നോക്കിയിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യല്ലേ. പഠിക്കാതെ ഞാൻ കിടത്താറില്ല. ചോദ്യം ചോദിക്കുന്ന പറയണേ. ചോദ്യം ചോദിക്കാൻ അറിയില്ലെങ്കിലും ഇവിടെ എനിക്ക് പരിപ്പ് അധികം വേണ്ടേ, ഇഷ്ടമില്ല. അതായത് ഇവിടെ ലാപ്ടോപ്പിലാ പഠിക്കുക. അതില് ഒരു പോർഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ 1 മണിക്കൂറായിരുന്നു പഠിക്കണം. ഇല്ലാതെ അടുത്ത പോർഷനിലോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇരുന്ന് പഠിച്ചേ പറ്റും. ഓക്കെ. അപ്പൊ എന്റെ ചിക്കൻ റോസ്റ്റ് കണ്ടോ? ചിക്കൻ റോസ്റ്റ് അല്ല, ഇത് ഞാൻ കുറെ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് ഉണ്ടാക്കിയതാണ്, പുതിയ റെസിപ്പി. എല്ലാം ചോദിച്ച് അയ്യോ ഇതെന്താ അടക്ക് എന്താണ്, ഞാൻ പിന്നെ ഇട്ടോളാം. ഇതെല്ലാരും ചോദിച്ചേ എന്തുകൊണ്ട് ഞാൻ ചിക്കന്റെ കാല് കഴിക്കുന്നു, യാസിൻക്ക് കൊടുത്തൂടെന്ന്. അതായത് മൂപ്പരിക്ക് എന്ന് വെച്ചാല് ഇതേപോലത്തെ ഇറച്ചി മാത്രമുള്ള പീസാണ് ഇഷ്ടം. എനിക്ക് നേരെ തിരിച്ചാ. എനിക്കെന്ന് വെച്ചാല് ഈ ഇറച്ചി ഇല്ലാത്ത നല്ല സോഫ്റ്റ് മീറ്റുള്ള
ഇതാണ് ഇഷ്ടം. ഇല്ലെങ്കിൽ ഞാൻ ചിക്കൻ കഴിക്കാനില്ല, ചാറ് മാത്രം കൂട്ടും. അപ്പം ഉണ്ട് ചീനപ്പറങ്ങി വാ. ചീന പറഞ്ഞോ? ആ ഓക്കെ ഓക്കെ. ഇത് ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ? കഴിക്കുക. അപ്പൊ കുറച്ചു നേരം ഒന്നും പഠിച്ചു, ഇനിയിപ്പോ ഉറങ്ങണം. ഇപ്പൊ സമയം എത്രയായി? 11:45. ഒരു ഈ ഒരു ടൈമിലൊക്കെയാണ് നമ്മൾ ഉറങ്ങാറ്. അത് നോക്കണ്ട. ഇപ്പൊ ഞാൻ കുറച്ച് കേസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ടീച്ചറാണെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റാ, അതിനെന്ത് എഴുതിയാലും ബോധിക്കൂല. ഞാൻ ഇന്നും കുറച്ച് എഴുതിയിട്ടുണ്ട്, ഇതും ബോധിക്കുകയില്ല. നാളെ ഒന്ന് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കണം. ഓക്കെ. പിന്നെ ഇത് പറയും തട്ടത്തിന്റെ കാര്യം പറഞ്ഞു. ഞാൻ വീട്ടിൽ ഇങ്ങനെ തട്ടൊന്നും ഇടാറില്ല. ഇപ്പൊ നമ്മൾ രണ്ടുപേരുള്ളപ്പോ എന്തിനാ തട്ടം? ഇതിപ്പോ നിങ്ങള് വീഡിയോ എടുക്കണതിന് മാത്രമാണ് ഇങ്ങനെ തട്ടൊക്കെ ഇട്ടത്. ഇല്ലെങ്കിൽ നേരെ ക്ലാസ് കഴിഞ്ഞാൽ വന്ന തട്ടം ഇങ്ങനെ വലിച്ചിങ്ങനെ എറിയില്ല. അപ്പം ഇങ്ങനെ എവിടേക്കെങ്കിലും പോകുമ്പോ, ക്ലാസ്സിന് പോകുമ്പോ അങ്ങനെയൊക്കെയാണ് തട്ട യൂസ് ചെയ്യല്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളു. അപ്പം ഇനി അടുത്ത വീഡിയോയില് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാ, സപ്പോർട്ട് ചെയ്യാ. ഇതാണ് എന്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. എപ്പോഴും ഇതുപോലെ ആയിരിക്കണം എന്നില്ല, ചില ടൈമിലൊക്കെ കുറച്ച് ഇതുണ്ടാവും. പക്ഷെ മാക്സിമം ഞാനിങ്ങനെ ഇപ്പം പ്രൊഡക്റ്റീവായി നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഫൈനൽ ഇയർ ആയില്ല, ഒത്തിരി പഠിക്കാനുണ്ട്, എക്സാമിനും പ്രിപ്പയർ ചെയ്യണം, പുറത്തു പോകണം, എക്സാമിനും പ്രിപ്പയർ ചെയ്യണം. അപ്പം ഒരുപാടുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം. എന്റെ ഡേ ഇൻ മൈ ലൈഫ് വേണമെങ്കിൽ പറയട്ടോ. അവള് പറയാൻ. പിന്നെ ഒരു കട്ട് ചെയ്തോ? പിന്നെന്ന് വെച്ചാല് നിങ്ങൾ വീഡിയോയിൽ എപ്പോഴും ഒരു മുന്നത്തെ വീഡിയോയിലൊക്കെ ഒരു 30 മിനിറ്റ് എന്നെ കാണുള്ളൂ. ആക്ച്വലി ഇതൊക്കെയാണ് എൻ്റെ ഒരു ഡേ എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. അല്ല, ഇവരിങ്ങനെ കുറെ പേര് കമന്റ് ചോദിക്കുന്നുണ്ട്. അത് നീ പറഞ്ഞത് ശരിയായില്ല. കമന്റ് ബോക്സിൽ കുറെ ആൾക്കാർ ചോദിച്ചേ ഇവൾക്ക് ഫുൾ ടൈം വീഡിയോ എടുക്കൽ എന്നെ പരിപാടി, പഠിക്കാനൊന്നുമില്ല, MBBS സ്റ്റുഡന്റ് അല്ലേന്ന്. അതായത് 30 മിനിറ്റ് അല്ലേ നിങ്ങൾ വീഡിയോയിൽ കാണുന്നുള്ളൂ, 24 മണിക്കൂറില് 10-15 മിനിറ്റിന്റെ വീഡിയോ ഞങ്ങൾ ഇടാറ്, 20 മിനിറ്റിന്റെ ഒക്കെ. ബാക്കി 23.5 മണിക്കൂറില്ലേ, അതിൽ കുറെ സ്ഥലത്ത് പഠിക്കാനുണ്ട്, അതിനൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ പറയുന്നത്. അപ്പം ബൈ. ഓക്കെ, അപ്പൊ ശരി, ബൈ.